വരൂ നമുക്കൊന്ന് കുറുമ്പാലക്കോട്ട കയറിയാലോ? കുറുമ്പാലക്കോട്ടയെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലേ? വയനാട്ടില് കമ്പളക്കാടുന്ന് തിരിഞ്ഞു പോയാലാണ് കേട്ടോ കുറുമ്പാലക്കോട്ട. അവിടെ പോയാൽ സൺറൈസ് കാണാൻ ഭയങ്കര ഭംഗിയാണേ. അപ്പൊ നമ്മൾ രാവിലെ ഒരു 5:30 കഴിഞ്ഞപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല മഞ്ഞാണ്. ഇങ്ങനെ മഞ്ഞുള്ളപ്പോൾ അവിടെ ക്ലൗഡ് ബെഡ് ഉണ്ടാവുമേ, അത് കാണാൻ അവിടുന്ന് സൂര്യൻ ഉദിച്ചു വരുന്ന കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാണ് കുറുമ്പാലക്കോട്ട. ഇവിടെ നമ്മൾ പാർക്കിംഗ് ചെയ്യണം നമ്മളുടെ വണ്ടി. കാറ് അങ്ങനെയുള്ള വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങളാണെങ്കിൽ നമ്മൾക്ക് മുകളിലേക്ക് കയറ്റി കൊണ്ടുപോവാം കേട്ടോ. കുറച്ച് ഓഫ് റോഡ് ഉണ്ട്. അല്ലെങ്കിൽ ഈ പാർക്കിങ്ങിൽ നിർത്തിയിട്ട് നമ്മൾ ഇനി ജീപ്പ് എടുത്തിട്ടോ നടന്നിട്ടോ കയറിപ്പോണം. നടന്ന് കയറല് രസമാണ്, പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടുമാണ്. അങ്ങനെ നമ്മൾ ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ടേ. അപ്പോൾ ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചു. നമ്മൾ പോയ സമയം ചൂടുകാലം ആയതുകൊണ്ട് മഞ്ഞ് ഉണ്ടെങ്കിലും ചൂടില്ലാന്നേ ഉള്ളൂ, തണുക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഡിഗ്രി 21 ഡിഗ്രിയാണേ. നമ്മളെ ചായയൊക്കെ അപ്പത്തേക്ക് തണുത്തുപോയി. നമ്മൾക്ക് മഞ്ഞ് വേണം കേട്ടോ, മഞ്ഞുണ്ടെങ്കിലേ അവിടെ പോയിട്ട് കാര്യമുള്ളേ. അങ്ങനെ നമ്മൾ ഇത് ഈ വഴി ഒക്കെ നമ്മൾ നടന്ന് കയറുകയാണെങ്കിൽ കയറണം. ഞങ്ങളൊരു ജീപ്പ് എടുത്തു കേട്ടോ. അപ്പൊ ജീപ്പിന് ഞങ്ങൾ പോയ സമയത്ത് 700 രൂപയാണ്. നമ്മൾ 3 ആളേ ഉള്ളൂ. ഒരു 6 പേർക്ക് വരെ 700 രൂപയാണ് ഒരു ജീപ്പിനാണ് കേട്ടോ പൈസ. അത് വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. കുത്തനെയുള്ള കയറ്റാണ്. കുറേ പേരുണ്ടെങ്കിൽ നമുക്ക് ജോളി അടിച്ച് കുറച്ച് നേരത്തെ വന്നിട്ട് നടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇവരെയൊക്കെ പോലെ കുറേ ആളുകൾ കൂടി നടന്നാൽ ഒരു രസമായിരിക്കും. കുറച്ച് ഓഫ് റോഡൊക്കെയാണ്. ജീപ്പ് കാറൊക്കെ പോയാലും അവിടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് എന്തുകൊണ്ടും നല്ലത് ഇങ്ങനെ തന്നെ പോകുന്നതാണേ. ഈ ജീപ്പിൽ തന്നെ ഇത് ഞാൻ ഫാസ്റ്റ് ആക്കിയതാണ്. ഒരു 7 മുതൽ 8 മിനിറ്റ് വരെ നമ്മൾ കുത്തനെ കയറിയിട്ടാട്ടോ മേലെ എത്തിയത്. നല്ല മഞ്ഞുണ്ടായിരുന്നേ. അവിടെ കൊണ്ടാക്കി വരുന്നവരെ ജീപ്പാണ് നമ്മൾ കാണുന്നത്. ഈ ജീപ്പിലുള്ളവര് നമ്മളെ അവിടെ ഇറക്കി നമ്മൾ സൺറൈസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇവരെ ഫോണിൽ വിളിക്കുക. റേഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാല് ഇവര് നമ്മളെ താഴേന്ന് വന്നിട്ട് കൂട്ടിയിട്ട് നമ്മളെ നേരത്തെ പാർക്കിംഗ് ഇല്ലേ അവിടെ തന്നെ കൊണ്ടാക്കി തരുവേ. നമ്മളിപ്പോ ഇത് ഒരു 5:30 ആയപ്പോഴാണ് കേട്ടോ അങ്ങോട്ട് കയറുന്നത്. ഇവിടെ പെർമിറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ജീപ്പുകളാണ്. എല്ലാ ജീപ്പിനും ഒരേ പൈസയായിരിക്കും. പൈസ ഇനി ഞാൻ പറഞ്ഞത്, ഞാൻ പോയ സമയത്ത് 700, അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാനുള്ള സാധ്യതയുണ്ടേ. നമ്മൾ ഏകദേശം മേലെ എത്തിയിട്ടുണ്ട്. ഇവിടം വരെയാണ് ജീപ്പ് വരിക. ഇവിടുന്ന് ഇങ്ങോട്ട് വഴിയൊന്നും കാണൂല. ഏകദേശം നടന്ന ഒരു പാടുണ്ട്. അത് വെച്ചിട്ട് നമ്മളോട് പോയിക്കൊള്ളാൻ പറയും. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നടന്നിട്ടാണ്, ഒരു 100 മീറ്റർ ഇല്ല, കുറച്ച് മേലേക്ക് അങ്ങനെ നടന്നു പോണേ. ഇവിടെ എത്തിയപ്പോൾ ഒരു കൺഫ്യൂഷനായി, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്ന്. ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. നമ്മളുടെ കയ്യിൽ മൊബൈലിന്റെ വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളേ. നമ്മൾ വരുമ്പോൾ കണ്ടത് ഒരു ബസ് നിറയെ സ്കൂൾ കുട്ടികൾ വന്നതായിരുന്നു കേട്ടോ. അവരും ടീച്ചർമാരും ഒക്കെ. അവരെ കുറച്ച് പേര് ഇങ്ങോട്ട് നടന്ന് എത്താനായിട്ടുണ്ട്. താഴേന്ന് വരുന്നവരുണ്ട്. അപ്പൊ ഇവിടെ ഒരുവിധം തിരക്കായിരിക്കും ഞാൻ തോന്നുന്നു. താഴെ പാർക്കിങ്ങിൽ അത്യാവശ്യം വണ്ടികളൊക്കെ കണ്ടില്ലായിരുന്നോ? അങ്ങനെ ഇവിടെയാണ് സ്കൂട്ടർ പാർക്കിങ്. വെളിച്ചത്തിൽ നിന്ന് മിന്നിയപ്പോഴാട്ടോ കണ്ടത്. സ്കൂട്ടർ ആയിരുന്നു എങ്കിൽ, സ്കൂട്ടർ മീൻസ് ഇരുചക്ര വാഹനമാണെങ്കിൽ ഇവിടം വരെ എത്തും. സ്കൂട്ടറുകളെയും കാണുന്നുണ്ട്. അവിടുന്ന് പിന്നെ നമ്മൾ നടന്നു തന്നെ കയറണേ. ഇനി അങ്ങനെ പോകാൻ പറ്റില്ല കേട്ടോ. ഇനി നടന്നിട്ട് തന്നെ കയറണം. ശ്രദ്ധിക്കണം. വഴുക്കലല്ല, പൊടിയാണ്. അപ്പൊ നമ്മൾ കയറുമ്പോൾ ശ്രദ്ധിച്ച് കയറുക. ഇവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. അതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒലിച്ചിട്ടുള്ള നനവും ഉണ്ട് അവിടെ. നമ്മൾ താഴേന്ന് ചായ കുടിക്കണ്ടായിരുന്നു. മേളിലും കടകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 3-4 കടകൾ കണ്ടു. കണ്ടില്ലേ? ഇവിടെ എത്തിയപ്പോൾ ലേശം വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. ഇതിലെ അല്ലാതെ അപ്പുറത്തെ സൈഡ് കൂടി വണ്ടിയിലല്ലാതെ നടന്നു കയറുന്ന ഒരു വഴി പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടെന്ന് വിചാരിക്കുന്നേ. നമ്മളിപ്പോ ഇവിടെ എത്തിയത് 5:40 ആയിട്ടുണ്ട് കേട്ടോ. 5 മിനിറ്റ് ഫാസ്റ്റ് ആക്കിയതാ. അപ്പൊ 5:35 ആയപ്പോ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടേ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴുള്ള ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ആകാശമൊക്കെ. ഇപ്പോഴാണ് നമ്മൾക്കൊന്ന് കാണുന്നത്. താഴെ നിറയെ മഞ്ഞാണേ. ഈ വെള്ള കാണുന്നില്ലേ, അത് മുഴുവൻ മഞ്ഞാട്ടോ. ക്ലൗഡ് ബെഡ്. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. അപ്പൊ സൂര്യൻ വരുമ്പോൾ നമ്മൾ ഈ സ്ഥലത്തുനിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ
നമ്മൾ കണ്ടില്ലേ കുറെ കുട്ടികൾ വരുന്നേ, അവരൊക്കെ ഇവിടെ നിൽക്കും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് അനങ്ങാതെ പോസ്റ്റ് പോലെ ഇങ്ങനെ നിൽക്കുകയാണേ. കുറേ നേരം നിന്നു. നമ്മളുടെ ഇന്നത്തെ സൺറൈസിന്റെ സമയം എന്ന് പറഞ്ഞാൽ 6:14 കാണിക്കുന്നത്. നമ്മൾ അതൊക്കെ നോക്കിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ലതാണേ. അപ്പൊ ഇവിടെ അധികം നേരം നിൽക്കേണ്ടി വരൂല. 6:14 നമ്മളുടെ സമയം കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കുറേശ്ശെ വെളിച്ചമായി വരുന്നുണ്ട്. അവിടെ സൂര്യൻ ഉണ്ട് എന്നുള്ളതിന്റെ ലക്ഷണമൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. മഴക്കാറുണ്ടെങ്കിൽ ഇവിടേക്ക് വന്നാൽ ഒന്നും നടക്കൂല കേട്ടോ, ഒന്നും കാണൂലേ. ഇത് കണ്ടില്ലേ, നല്ല വെളിച്ചമായപ്പോഴാണ് നമ്മൾ ഈ വേസ്റ്റുകളൊക്കെ കാണുന്നത് കേട്ടോ. വേസ്റ്റ് കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഭയങ്കര പകലും ആൾക്കാർ വരും കേട്ടോ ഇവിടേക്ക്, വൈകുന്നേരങ്ങളിലും വരും. സെറ്റ് കാണാനാണോ എന്തിനാന്നറിയില്ല, ഇവിടേക്ക് ഇങ്ങനെ ആളുകൾ എല്ലാ സമയം രാവിലെ മുതൽ വരും. ഒരു 12 to 3 ആളുകൾ വരാത്ത സമയം. ഇത്രയും വെളിച്ചമായിട്ടോ. നമ്മൾ ഇതുവരെ സൺറൈസ് കാണാൻ പറ്റിയില്ല. സൺറൈസ് ചിലപ്പോൾ കാണാറുമില്ല കേട്ടോ. അങ്ങനെ നമുക്കിന്ന് കാണൂലേന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നേ. അപ്പൊ നമ്മളെ നിരാശരാക്കിയില്ല. ഭാഗ്യത്തിന് സൂര്യൻ വന്നു കേട്ടോ. കുറച്ച് പൊന്തിപ്പോയേ, കുറച്ച് മഴക്കാറുള്ളത് കൊണ്ട് നമുക്ക് ഇവിടുന്നാണ് കാണാൻ പറ്റിയുള്ളൂ. അപ്പൊ ഇനി ഈ മേഘങ്ങളൊക്കെ മാറിയാൽ നമുക്ക് നല്ല വൃത്തിയിൽ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ഇപ്പൊ നിറഞ്ഞിട്ടുണ്ട് ആൾക്കാര്. ഈ മല മൊത്തം ആളുകളാണ് കേട്ടോ. നമ്മൾ നേരത്തെ വന്ന് ഈ മുന്നിൽ പിടിച്ചതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കാണുന്ന താഴെ ഈ മേഘവും ഈ സൂര്യനും. ആഹാ, അടിപൊളി വ്യൂ ആയിരുന്നേ. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറേ റീൽസുകളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് കരുതി ഇവിടെ ഇങ്ങനെയാണ്. ഞാനിപ്പോ ഒരു ഫിൽറ്ററോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോ എല്ലാ സമയവും ഇത് കണ്ടുകൊള്ളണമെന്നും ഇല്ലേ. ഇവിടേക്ക് വന്നിട്ട് കാണാതെ പോയവർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇത്രയും ആളുകളുണ്ട്. അപ്പൊ നമ്മൾ കണ്ടു. ഇനി നമ്മൾ തിരിച്ചു പോവാ കേട്ടോ. ഇന്ന് ഹസ്ബൻഡിന് ഓഫീസിലൊക്കെ പോകാനുണ്ട്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മളെ ഡ്രൈവറെ വിളിക്കണം, അല്ലെങ്കിൽ അയാൾ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു 10-7 മിനിറ്റ് ഒക്കെ വേണ്ടേ ഇവിടെ എത്താൻ. അപ്പൊ നമ്മൾ തിരിച്ചു നടക്കുകയാണ് കേട്ടോ. എല്ലാ ദിവസവും സൺറൈസ് കാണുന്ന ഒരാളാണ് ആ പോകുന്നത്. നല്ല കറക്റ്റായിട്ട് തെളിഞ്ഞിട്ടുണ്ട് സൂര്യൻ. ഇനി അങ്ങോട്ടേക്കൊക്കെ വേറെ വേറെ മലകളുണ്ട് കേട്ടോ. അങ്ങോട്ട് ഒരു മലയിലേക്കൊക്കെ പോകാനുള്ള ഒരു കുരിശൊക്കെ ഉള്ള ഒരു വ്യൂ പോയിന്റ് വേറെ ഉണ്ട്. നമ്മളിപ്പോ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അവിടെ നിന്നാൽ സൺറൈസ് കാണൂല്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ നിന്നത്. അവിടേക്ക് കുറച്ചും കൂടി ഇറങ്ങി പോയാൽ വേറൊരു സ്ഥലമുണ്ട്. അപ്പൊ നമ്മൾ പോവുകയാണെങ്കിൽ ഇവിടെ ഞാൻ നല്ല അസലായിട്ടൊന്ന് വീഴുകയും ചെയ്തു കേട്ടോ. മണ്ണ് ഇതാക്കിയിട്ട് ചെരുപ്പ് മിനുസമാണെങ്കിൽ എന്തായാലും വീഴുവേ. ഈ സമയത്ത് വന്നിട്ട് പെട്ടെന്ന് തന്നെ സൺറൈസ് കണ്ടു പോകുന്നവരും ഉണ്ട്. നമ്മളെപ്പോലെ നേരത്തെ വരാതെ ഏകദേശം സമയമായപ്പോ വന്നിട്ട് പോകുന്ന ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ എത്തിയാൽ മതി കേട്ടോ. ശരിക്കും ഇവിടേക്ക് ഞങ്ങൾ കുറേ നേരത്തെ ആയിപ്പോയില്ലേ. ഇവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ് കേട്ടോ. അത് നേരത്തെ രാവിലെ വരുമ്പോൾ നമുക്ക് കാണൂലായിരുന്നു. ഞങ്ങൾക്ക് കാണുമായിരുന്നു, ക്യാമറയിൽ ഒന്നും കാണൂലായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് നല്ല അസലായിട്ട് സൂര്യോദയം കാണാൻ പറ്റി. നിങ്ങൾ വയനാട്ടിലേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ കുറച്ച് മെനക്കെട്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കും ഞങ്ങളെ പോലെ സൂര്യനെ കാണാൻ പറ്റിയായിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ തിരിച്ചു പോവുകയാണേ. ഞങ്ങൾ ചോദിച്ചു മഴക്കാലത്ത് ഇവിടേക്ക് ആളുകൾ വരാറുണ്ടോന്ന്. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു മഴക്കാലത്തും ആളുകൾ വരാറുണ്ട്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ നിറഞ്ഞ് അങ്ങനെ പല സ്ഥലങ്ങളിലും വെള്ളമൊക്കെ ആയി ഇങ്ങനെ നിൽക്കും. പകല് കേട്ടോ, സൺറൈസ് കാണാനല്ല, വെള്ളം അവിടെ ഇവിടെയൊക്കെ കെട്ടി നിൽക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ടും ആളുകൾ വരാറുണ്ട് എന്ന്. മഴക്കാലത്തും റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് ആളുകൾ വരാറുണ്ട്. സ്ഥിരമായിട്ട് സഞ്ചാരികൾ വരുന്നൊരു സ്ഥലമാണ് കുറുമ്പാലക്കോട്ട. പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ ജീപ്പ് ഓടിക്കുന്ന വഴി കുറേ ഭാഗം 3/4 ഭാഗത്തോളം സിമന്റ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടേ. അപ്പൊ നമ്മൾ 5:45 അവിടെ എത്തി. 6:45 ആയപ്പോ തിരിച്ചു ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. നിങ്ങൾ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ഒരു ദിവസം കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട് ഇങ്ങോട്ടൊന്ന് വന്ന് ഇത് കാണാൻ പറ്റിയാ കണ്ടിട്ട് പോണേ.